ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി സാബത്ത് എവരിവൺ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ നടത്തി വരുന്ന ഈ ശാപ ശുശ്രൂഷയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ശുശ്രൂഷയുടെ തുടർച്ചയായി നമുക്ക് പാഠപുസ്തകത്തിൽ നിന്ന് 684 പാട്ട് പാടാം. 6-8-4 യഹോവ സ്വസ്ഥ നാളിനെ ഉണ്ടാക്കി ശുദ്ധീകരിച്ചു. സ്വസ്ഥനാളിനെ ഉണ്ടാക്കി ശുദ്ധീകരിച്ചു. തൻ സൃഷ്ടിയെല്ലാം നോക്കിയിട്ട് ഒന്നാകെ അനുഗ്രഹിച്ചു. ഈ ഭൂമിയും ആകാശവും തൻ സ്നേഹത്തെ ഘോഷിക്കുന്നു. തന്നത്ഭുത പ്രവർത്തികൾ എന്നേക്കും നിലനിൽക്കുന്നു. സുബുദ്ധിയുള്ളെല്ലാവരും കർത്താവിൻ ക്രിയയെ ഓർക്കും. തൻ കൃപജ്ഞാനം ഹേതുവാം എന്നേക്കും തന്നെ സ്തുതിക്കും. യഹോവയായ യേശുവേ, നിൻ പൂർണ്ണവേല ഒക്കെയും ഞാൻ കണ്ടു നിന്നെ സ്തുതിച്ചു. നിൻ രക്ഷയിൽ സന്തോഷിക്കും. ശാബത്ത് സ്കൂളിൻ്റെ തുടർച്ചയായി നമുക്ക് സങ്കീർത്തനം 19 സങ്കീർത്തനങ്ങൾ 19 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്, അത് എന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. ശബത്ത് സ്കൂളിൻ്റെ അനുഗ്രഹത്തിനായി നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. മഹോന്നത വാസം ചെയ്യുന്ന ദൈവമേ, തിരുനാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗാസുരങ്ങൾ അധിവസിക്കുന്നവനെ അങ്ങനെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ ശാപ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ഞങ്ങളെല്ലാവരെയും അവിടെ സഹായിച്ച് നന്ദി അർപ്പിക്കുന്നു കർത്താവേ. ദൈവമേ, ദൂരത്തും ചാരത്തുമായിരുന്ന് ഈ ഓൺലൈൻ ശുശ്രൂഷയിൽ നിന്ന് സേവിക്കുന്ന എല്ലാവരുടെ കൂടെയും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവം ഇവിടെ നിന്ന് തുടർന്ന് നടക്കാൻ പോകുന്ന എല്ലാ ശുശ്രൂഷകളെയും പാഠപഠനത്തെയും അതുപോലെ സഭാരാധനയും എല്ലാം അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നമ്മളെല്ലാം വചനങ്ങൾ കേട്ട് പാഠങ്ങൾ പഠിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ പ്രാവർത്തിയമാക്കിക്കൊണ്ട് അത് സ്വർഗരാജ്യം പ്രാപിക്കുന്നവരായി ജീവിക്കേണ്ടത് ഞങ്ങളെല്ലാം അവിടെ നിന്ന് ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളൊന്നും അവിടെ നിന്ന് കണക്കെടുത്തതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തീർച്ചയായും ദൈവത്തിൻ്റെ സാന്നിധ്യവും കൃപയും സന്തോഷവും സമാധാനം എപ്പോഴും ഞങ്ങളുടെ കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തുടർന്ന് നടക്കുന്ന ശാപത്ത് ശുശ്രൂഷ അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് കർത്താവ് യേശു ക്രിസ്തു നാമത്തെ താഴ്മ യാചിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കുന്നു പ്രിയ പിതാവേ, ആമേൻ. ദൈവനാഥന് മഹത്വം ഉണ്ടാവട്ടെ. ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ശബത്ത് ടു ഓൾ. ഈ ആഴ്ചത്തെ 5ാമത്തെ മിഷൻ റിപ്പോർട്ടാണ് ഇന്ന് വായിച്ചു കേൾക്കുന്നത്. ഇന്നത്തെ മിഷൻ റിപ്പോർട്ടിൻ്റെ തലക്കെട്ട് നിങ്ങളെ മറുകരയിൽ കാണാം. ഇത് നമ്മെ എഴുതി അറിയിക്കുന്നത് ഓർക്കെയിൻ
മാർട്ടിൻഗു എന്ന വ്യക്തിയാണ്. ജോലിയിൽ നിന്ന് തിരികെ വന്നപ്പോൾ തൻ്റെ രണ്ടാം അച്ഛൻ മേരി എന്ന ഉറക്കെ വിളിച്ചു. അടുത്തതായി എന്ത് സംഭവിക്കുമെന്ന് തനിക്ക് അറിയാമായിരുന്നു. അവൻ എപ്പോഴും ദേഷ്യത്തോടെ വന്ന് അമ്മയെ അടിക്കുമായിരുന്നു. തനിക്ക് 5 വയസ്സായിരുന്നു. താനും തൻ്റെ 4 സഹോദരങ്ങളും നബീമയിലുള്ള തൻ്റെ മാതാപിതാക്കന്മാരെ സന്ദർശിക്കുമായിരുന്നു. അവർ അമ്മൂമ്മയോടൊത്ത് 20 മൈലുകൾ 35 കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമത്തിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ അവർക്ക് അവധിക്കാലമായിരുന്നു. അമ്മ അടുക്കളയിൽ തിരക്കിലായിരുന്നു. അവളുടെ പുറത്ത് തൻ്റെ 2 വയസ്സുകാരൻ സഹോദരൻ ടോമിയെ അവൾ ചുമന്നിരുന്നു. തൻ്റെ രണ്ടാം അച്ഛൻ അടുക്കളവാതിക്കൽ തള്ളി തുറന്നു. അത്താഴം ശരിയായില്ലേ എന്ന് അമ്മയോട് ചോദിക്കുകയുണ്ടായി. അമ്മ നിലവിളിച്ചുകൊണ്ട് പിൻവാതിലിലൂടെ ഇറങ്ങി ഓടി. കയ്യിലൊരു വടിയുമായി രണ്ടാം അച്ഛൻ പിന്നാലെ പോയി. പെട്ടെന്ന് അവൻ ആ വടി അവരുടെ നേരെ എറിഞ്ഞു. അമ്മ ഒഴിഞ്ഞു മാറി. കമ്പ് ടോമിയുടെ മേൽ കൊണ്ട് ടോമി ഉറക്കെ കരഞ്ഞു. അപ്പോൾ അമ്മ നിന്നു മോനെ എടുത്തുകൊണ്ട് വന്നു. അനുകമ്പയുള്ള അയൽക്കാർ ചുറ്റും കൂടി. ആരോ പോലീസിനെ വിവരം അറിയിച്ചിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ആംബുലൻസ് വിളിച്ചു. തൻ്റെ രണ്ടാം അച്ഛനെ വിലങ്ങ് വെച്ച് ജയിലിലാക്കി. ആശുപത്രിയിൽ ടോമിക്ക് ഒരു അടിയന്തര ശസ്ത്രക്രിയ വേണ്ടി വന്നു. തൻ്റെ തലയോട്ട് പിളർന്നിരുന്നു. പിന്നീട് ഡോക്ടർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ടോമിയുടെ തലച്ചോറിന് ക്ഷതമേൽക്കുകയും അതിനാൽ അവൻ്റെ വലതുഭാഗം തളർന്നു പോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. തൻ്റെ അമ്മയും കുടുംബ സുഹൃത്തുക്കളും ഈ വിവരം അറിഞ്ഞ് ആ ആശുപത്രി മുറിയിൽ കരഞ്ഞുകൊണ്ടിരുന്നു. ഒരു മനുഷ്യൻ പറഞ്ഞു, നമുക്ക് എവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ ആകാശത്തേക്ക് ഉയർത്തി അവരേവരും പ്രാർത്ഥിച്ചു. എൻ്റെ സ്വർഗീയ പിതാവേ, എൻ്റെ ഏലിയാവേ, ഈ മുറിയിലുള്ള മറ്റു ആളുകളെക്കാൾ ഞാൻ വിശുദ്ധനുമല്ല. എന്നാൽ ഇവിടെ ക്രിസ്തുവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നിൽക്കുന്നു. ഈ മനുഷ്യരെ ഓർക്കണമേ. അവരുടെ വേദനയുടെ തീവ്രത കേൾക്കണമേ. നിൻ്റെ ഇഷ്ടം നടക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥനയ്ക്ക് ശേഷം ആ മുറി ശാന്തമായിരുന്നു. എനിക്ക് സമാധാനം അനുഭവപ്പെട്ടു. സ്വർഗത്തിൽ ഒരു ദൈവമുണ്ടെന്ന് താൻ മനസ്സിലാക്കി. ആ മനുഷ്യന് ദൈവത്തെയും അറിയാമായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കുഞ്ഞു ടോമിയെ ആശുപത്രിയിൽ നിന്നും വിട്ടയച്ചു. ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ അവൻ്റെ വലത് ഭാഗം തളർന്നു പോയിരുന്നു. സംസാരിക്കാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മാസങ്ങളോളം ആശുപത്രിയിലെ പ്രാർത്ഥനയെക്കുറിച്ച് അവൻ ചിന്തിച്ചു. അതുപോലെ ദൈവത്തോട് സംസാരിക്കാൻ താൻ ആഗ്രഹിച്ചു. 1 വർഷം കഴിഞ്ഞപ്പോൾ തനിക്ക് 6 വയസ്സായപ്പോൾ താൻ ഒരു സെവന്ത് ഡേ അഡ്വൻറ്റിസ്റ്റ് പള്ളിയിൽ പോകാൻ തുടങ്ങി. താൻ സംബന്ധിച്ച ആ വർഷത്തിൽ ആശുപത്രിയിലെ മനുഷ്യനെ പോലെ സഭാംഗങ്ങൾ പ്രാർത്ഥിക്കുന്നത് താൻ കണ്ടു. അവർക്ക് ദൈവത്തെ അറിയാവുന്നതുപോലെ തോന്നി. അതിനിടയിൽ ടോമിയുടെ ജീവിതം ദുരന്തം നിറഞ്ഞതായിരുന്നു. ഒരു ദിവസം തനിക്ക് 15ഉം ടോമിക്ക് 12ഉം വയസ്സായിരുന്നപ്പോൾ ഉച്ചയോണ് വിളമ്പുന്നതിനായി അമ്മൂമ്മ വരുന്നത് കാത്ത് അവർ മരച്ചൂട്ടിലിരുന്നു. ടോമി ബോധം കെട്ട് തറയിൽ വീഴുകയുണ്ടായി. ബോധം വന്നപ്പോൾ ടോമി നിലവിളിച്ചു. മരിക്കാൻ പോവുകയാണോ എന്ന് നിലവിളിച്ചു. പിന്നീട് അവൻ നിശബ്ദനായി ശ്വസിക്കുന്നത് നിർത്തി. അമ്മൂമ്മ വെപ്രാളത്തോടെ സഹായത്തിനായി നിലവിളിച്ചു. താൻ നിയന്ത്രണമില്ലാതെ കരഞ്ഞു. തനിക്ക് വല്ലാത്ത നിസ്സഹായാവസ്ഥ തോന്നി. അപ്പോൾ താൻ ആശുപത്രിയിൽ പ്രാർത്ഥിച്ച മനുഷ്യനെ ഓർത്തു. തനിക്ക് സമാധാനം വേണമായിരുന്നു. തൻ്റെ പ്രാർത്ഥന ചുരുക്കവും പ്രസക്തവുമായിരുന്നു. ഞാൻ ചെറുപ്പമാണ് എന്ന് താൻ പ്രാർത്ഥിച്ചു. ഈ വേദന സഹിക്കാനുള്ള കഴിവ് എനിക്കില്ല. ടോമിയുടെ മരണത്തിനായി ഒരുങ്ങാൻ എനിക്ക് ഒരവസരം കൂടി തരണമെന്ന് താൻ പ്രാർത്ഥിക്കുകയുണ്ടായി. ആമീൻ എന്ന് പറഞ്ഞ ശേഷം ടോമി തുമ്മി. അവൻ 3 പ്രാവശ്യം തുമ്മി. അമ്മൂമ്മ വിളിച്ചു പറഞ്ഞു അവന് ജീവനുണ്ട് എന്ന്. താൻ ദൈവത്തിന് നന്ദി പറയുകയുണ്ടായി. 10 വർഷങ്ങൾ കടന്നുപോയി. താൻ വിൻസോക്കിലേക്ക് മാറി. നമീബിയയുടെ തലസ്ഥാനം. അവിടെ താൻ ഒരു സെവന്ത് ഡേ അഡ്വൻറ്റിസ്റ്റ് സഭയിൽ ചേരുകയുണ്ടായി. പ്രാർത്ഥിക്കുന്നതും ദൈവത്തെ അറിയുന്ന അംഗങ്ങളുമുണ്ടായ സഭ. ഒരു ദിവസം ടോമിക്ക് സുഖമില്ല എന്ന് പറയാൻ തൻ്റെ സഹോദരി തന്നെ വിളിക്കുകയുണ്ടായി. ഉടൻ തന്നെ തൻ്റെ നിരാശയോടെയുള്ള പ്രാർത്ഥന താൻ ഓർത്തു. താൻ ചിന്തിക്കുകയുണ്ടായി, സമയമായിരിക്കുന്നു. താൻ കടം വാങ്ങിച്ച സമയം കഴിഞ്ഞിരിക്കുന്നു. താൻ ഒരു ബസ് കയറി തൻ്റെ സഹോദരൻ്റെ ആശുപത്രി കിടക്കയിലുള്ള
1200 കിലോമീറ്റർ യാത്ര ചെയ്തു. അവൻ ജീവന് വേണ്ടി പോരാടുകയായിരുന്നു. എന്നാൽ എന്തോ വ്യത്യാസമുണ്ടായിരുന്നു. അവന് സമാധാനമുണ്ടായിരുന്നു. താനൊരു ബസ് കയറി തൻ്റെ സഹോദരൻ്റെ ആശുപത്രി കിടക്കയിലേക്ക് 1200ഓളം കിലോമീറ്റർ യാത്ര ചെയ്തു. ടോമി ജീവന് വേണ്ടി പോരാടുകയായിരുന്നു. എന്നാൽ എന്തോ വ്യത്യാസമുണ്ടായിരുന്നു. അവന് സമാധാനമുണ്ടായിരുന്നു. അപ്പോൾ ടോമി തന്നോട് പറയുകയുണ്ടായി, ഇപ്പോഴാണ് എൻ്റെ സമയം. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ നിന്നെ മറുകരയിൽ കാണാം. ദൈവത്തിൽ വിശ്വസിക്കുന്നത് തുടരുക എന്ന് ടോമി തന്നോട് പറയുകയുണ്ടായി. റേഡിയോ നിർമ്മാണത്തിൽ ഒരു സർവകലാശാല ബിരുദം താൻ നേടി ഇന്ന് നമീബിയയിലെ അഡ്വൻറ്റിസ്റ്റ് വേൾഡ് റേഡിയോ സ്റ്റേഷൻ മാനേജരായി ജോലി നോക്കുന്നു. താൻ മറുകരയിൽ ടോമിയെ കാണുന്നതിനായി നോക്കി പാർക്കിയിരിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണാനായി നോക്കി പാർക്കാം. ആ ദിവസം വരെ ദൈവത്തിൽ വിശ്വസിക്കുന്നത് തുടരുക. നമീബിയയിലും തെക്കൻ ആഫ്രിക്ക, ഇന്ത്യൻ ഓഷ്യൻ ഡിവിഷനിലുമെല്ലാം യേശു വരുന്നു എന്ന സദ്വാർത്ത അറിയിക്കാൻ ഹൃദയം നിറഞ്ഞ മിഷൻ കാണിക്കകൾ നൽകുക. നമ്മുടെ മിഷൻ കാണിക്കകൾ ഈ ദൂതിനായി നമ്മൾ ഉപയോഗപ്പെടുത്തുക. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങളുടെ മുമ്പിൽ ഈ ഓൺലൈൻ സർവീസിൽ ഒരു
ഫീച്ചറൊക്കെ പറയുവാനാണ് എനിക്ക് അവസരം തന്നിരിക്കുന്നത്. ദൈവത്തിന് നന്ദി പറയുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ദാവീദിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോടൊന്ന് പറയുവാൻ പോകുന്നത്. ശരി, നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾ നമുക്കൊരു ഉത്തരവാദിത്വം തന്നു, നമ്മളത് ഏറ്റെടുക്കുകയും ചെയ്തു. പക്ഷേ പെട്ടെന്ന് ആ ഉത്തരവാദിത്വം നീ ചെയ്യണ്ട, നിനക്ക് ഇന്ന കുറവുണ്ട്, അതുകൊണ്ട് നീ ഇത് ചെയ്യണ്ട എന്ന് പറഞ്ഞ് മറ്റൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് പൂർണ്ണമായി തന്നെ വിരമിക്കും. അതിനുവേണ്ടി പിന്നെ നമ്മൾ ആ ഭാഗത്തോട്ട് തിരിഞ്ഞു നോക്കത്തില്ലല്ലേ. പക്ഷേ ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദിന് ഏറ്റവും ആഗ്രഹമുണ്ടായിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമായിരിക്കും, ദാവീദ് ഒരു രാജാവാകുന്നതിന് മുമ്പ് എത്രത്തോളം കഷ്ടപ്പെട്ടും ആ ശൗൽ എന്ന രാജാവിൻ്റെ കൂടെ പലതരത്തിലുള്ള കഷ്ടങ്ങൾ അനുഭവിച്ച് അവസാനം രാജാവായൊരു വ്യക്തിയാണ് ദാവീദ്. അപ്പോൾ ദാവീദ് ദൈവത്തിൻ്റെ കൃപകളെക്കുറിച്ച് രുചിച്ചറിഞ്ഞ് ദൈവത്തെക്കുറിച്ച് മാക്സിമം അറിയാൻ പറ്റിയ രാജാവായിരുന്നു ദാവീദ് രാജാവ്. അപ്പോൾ ദാവീദിൻ്റെ ഒരു വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയണം എന്നുള്ളതാണ്. പക്ഷേ ദൈവം അതിന് ദാവീദിന് അവസരം കൊടുത്തോ? നമുക്കത് വായിക്കാം. 1 രാജാക്കന്മാർ 8-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. എന്നാൽ യഹോവ എൻ്റെ അപ്പനായ ദാവീദിനോട്, ഇത് ശലോമോൻ പറയുകയാണ്, എൻ്റെ നാമത്തിന് ഒരു ആലയം പണിയണമെന്ന് നിനക്ക് താല്പര്യം ഉണ്ടായല്ലോ. അങ്ങനെ താല്പര്യം ഉണ്ടായത് നല്ലത്. എങ്കിലും ആലയം പണിയേണ്ടത് നീയല്ല, നിന്റെ കടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിക്കുന്ന നിന്റെ മകൻ തന്നെ എൻ്റെ നാമത്തിന് ആലയം പണിയും എന്ന് കൽപ്പിച്ചു. അപ്പോൾ അവിടെ ദാവീദിൽ നിന്നും ആ ഒരു ആശയം മാറ്റപ്പെടുകയാണ്. ദാവീദിനോട് പറയുകയാണ്, നീയല്ല ആലയം പണിയേണ്ടത്, നിനക്കുണ്ടാകുന്ന മകനാണ് എനിക്ക് വേണ്ടി ഒരു ആലയം പണിയേണ്ടത്. നിനക്ക് ആഗ്രഹമുണ്ടായി, നല്ലത് തന്നെ, പക്ഷെ ആരാണ് ആലയം പണിയാൻ പോകുന്നത്? നിന്റെ മകനാണ് ആലയം പണിയാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിൽ നമുക്ക് ഈ 1 രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ദാവീദ് ആഗ്രഹിച്ചു, എന്നാൽ ദാവീദിൽ നിന്നും ആ ഉത്തരവാദിത്വം മാറ്റപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ദാവീദ് അതിൽ നിന്നും പിന്മാറിപ്പോയില്ല. ദാവീദ് തൻ്റെ മകനാണ് ഇനി അടുത്ത ആലയം പണിയാൻ പോകുന്നത്. അപ്പോൾ ആലയത്തിന് പണിയാൻ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു വെച്ചിരുന്നു. അതായത് മറ്റൊരു രാജാവിനോടൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, കുറേ സാധനങ്ങൾ എനിക്ക് വേണം, അവിടുത്തെ ദേവദാരുക്കളും ആലയം പണിയാൻ, ദൈവത്തിൻ്റെ നാമത്തിന് ആലയം പണിയാൻ എനിക്ക് ഇന്ന സാധനങ്ങൾ വേണമെന്നെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ആ ഉത്തരവാദിത്വം മാറ്റപ്പെട്ടപ്പോൾ ദാവീദ് തളർന്നു പോയില്ല. നമ്മളാണെങ്കിൽ വേഗത്തിൽ തന്നെ തളർന്നു പോവുകയും പിന്നെ ആ ഭാഗത്തോട് തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയും വരും അല്ലേ. പക്ഷെ ദാവീദ് ചെയ്തത്, അവൻ മറ്റെല്ലാ സാധനങ്ങളും ശേഖരിച്ച് വയ്ക്കുകയും പറഞ്ഞു വെച്ചതെല്ലാം അങ്ങനെ തന്നെ ഒന്ന് സ്റ്റേ ഓർഡർ കൊടുത്തതുപോലെ അവിടെ നിർത്തി വെച്ചിരിക്കുകയും, പക്ഷെ അത് വേണ്ട എന്നൊരു വാക്ക് അവിടെ പറയുന്നില്ല. അപ്പോൾ ശലോമോന് ഈ ആലയം പണിയാൻ, ശലോമോൻ പിന്നെ ആലയം പണിയാനായിട്ട് മുന്നോട്ട് വന്നപ്പോൾ ഇതെല്ലാം ശലോമോനെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ദാവീദ് എന്തൊക്കെ പറഞ്ഞു വെച്ചിരുന്നോ, ഇവിടെ നമുക്കൊരു വാക്യം വായിക്കാം. 1 രാജാക്കന്മാർ 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. 5-ാമത്തെ വാക്യം, ഇതാ ഞാൻ നിനക്ക് പകരം നിന്റെ സിംഹാസനത്തിരുത്തുന്ന നിന്റെ മകൻ എൻ്റെ നാമത്തിന് ഒരു ആലയം പണിയുമെന്ന് യഹോവ എൻ്റെ അപ്പനായ ദാവീദിനോട് അരുളി ചെയ്തതുപോലെ എൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഒരാലയം പണിയുവാൻ ഞാൻ വിചാരിക്കുന്നു. ആകയാൽ ലെബനോനിൽ നിന്നും എനിക്കായി ദേവദാരു മുറിപ്പാൻ കൽപ്പന കൊടുക്കണം. എൻ്റെ വേലക്കാർ നിന്റെ വേലക്കാരോടുകൂടെ ഉണ്ടായിരിക്കും. ഇങ്ങനെ ശലോമോൻ ഹീരാം എന്ന ഒരു പുറം രാജ്യത്തെ രാജാവിനോട് പറയുകയാണ്. കാരണം ഓൾറെഡി തൻ്റെ അപ്പൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എനിക്ക് ആ സാധനങ്ങൾ മാത്രം തന്നാൽ മതി, എൻ്റെ അപ്പന് കൊടുത്ത വാക്ക് ഞാനിപ്പം പാലിക്കാൻ പോവുകയാണ്, എൻ്റെ ദൈവത്തിനോട് ഒരു ആലയം പണിയാൻ പോവുകയാണ്. അപ്പോൾ ദാവീദ് അവിടെ എല്ലാം സ്വരുക്കൂട്ടി വെച്ചത് കൊണ്ട് ശലോമോന് വേഗത്തിൽ തന്നെ ആലയം പണി തീർക്കുവാൻ ഇടയാവുകയും ചെയ്തു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഉത്തരവാദിത്വം ലഭിക്കുകയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ആ ഉത്തരവാദിത്വം കൊടുക്കുകയാണെങ്കിൽ തന്നെ, നമ്മൾ അതിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കാതെ എന്ത് ചെയ്യണം? അതിലേക്കായി അവരെയും കൂടെ ഒരുക്കിയെടുക്കുന്ന മക്കളായി നമ്മൾ ഓരോരുത്തരും ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതങ്ങൾ കൊണ്ട് നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ഉപകാരപ്രദമായി മറ്റുള്ളവരെയും ആ ദൈവത്തിൻ്റെ വേലയിലേക്ക് ഒരുക്കുന്ന മക്കളായിരിക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിലേക്കായി ദൈവം നമ്മെ ഓരോരുത്തരെയും വഴിയൊരുക്കുമാറാകട്ടെ. ആമേൻ. ഇന്നത്തെ ശാബത്ത് സ്കൂൾ ശുശ്രൂഷയുടെ അവസാനമായി നമുക്ക് ഏവർക്കും ചേർന്ന് പാഠ്യപുസ്തകത്തിലെ 962-ാമത്തെ ഗാനം പാടാം. 962 സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണമേ. സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാക്കണേ. നിൻഹിതം ചെയ്തോ നാം നിൻ സുതനെ പോലെ ഇന്നു ഞാൻ വരും
വാ. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമാ. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ തലയിലെ മൂടികളുമെല്ലാം നിർണയമവനെണ്ണി അറിയുന്നു. ഒന്നതിൽ നിലത്തു വീണിടണമെങ്കിൽ ഉന്നതനറിഞ്ഞേ സാധ്യമായിടൂ. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമാ. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. യേശു ക്രിസ്തുവിൻ ശരീരയാകത്താ ഉള്ള ഇഷ്ടത്തിൽ ഞാൻ ശുദ്ധനായി തീർന്നു. ദൈവ ഇഷ്ടം ചെയ്തു വാഗ്ദത്തം പ്രാപിപ്പാൻ പൂർണ്ണ സഹിഷ്ണുത ഏകണേ പ്രിയ. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമാ. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല ഒരു ശബദ ദിവസം കൂടെ അടിയങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്നാളുകൾ അത്രയും ദൈവം ഞങ്ങളെ അതിശയകരമായി പോറ്റി പുലർത്തിയ വലിയ കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ നല്ല നിമിഷം കാണാതെ ഈ ലോകത്തിൽ നിന്നും അനേകർ മാറ്റപ്പെട്ടു പോയപ്പോൾ ഏഴകളും ദോഷികളും പാപികളുമായ അടിയങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു ദിവസം കൂടെ തന്ന കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ ശബദിൻ്റെ നന്മകൾ കാണുവാൻ അടിയങ്ങളെ ഇടയാക്കിയ വലിയ കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നടത്തപ്പെടുന്ന എല്ലാ ശുശ്രൂഷയിലും ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് അടിയങ്ങൾ പാഠപഠനങ്ങളിലേക്ക് കടന്നു പോകുന്നു. കർത്താവിൻ്റെ കൃപയും സാന്നിധ്യവും കൂടെ ഉണ്ടായിരിക്കണമേ. പഠിപ്പിക്കുന്ന പ്രിയ വ്യക്തിയെ ദൈവം അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രിയ വ്യക്തിയിൽ നിന്നും നല്ല അനുഗ്രഹപ്പെട്ട ഒരു ലെസൺ അടിയങ്ങളുടെ ജീവിതത്തിൽ പകർന്ന് നൽകുവാൻ പ്രിയ വ്യക്തിയെ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയും കാവലും കൂടെ ഉണ്ടായിരിക്കണമേ. ആ പാഠപഠനമൊക്കെ അടിയങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തുടർന്ന് നടക്കുന്നതായ ദിവ്യ ആരാധനയിലും കർത്താവിൻ്റെ കൃപയും സാന്നിധ്യവും കൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷകൾ അത്രയും അങ്ങയുടെ നാമം മാത്രം മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനാൽ അടിയങ്ങളെ നിറയ്ക്കണമേ. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഏറ്റവും താഴ്മ അപേക്ഷിക്കുന്നു. കൃപ കേൾക്കണം പിതാവേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ആഴ്ചയിലെ ഈ പാഠപഠനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ബാബേലും സകല ജാതികളും എന്നതാണ് ഇന്നത്തെ ഈ പാഠത്തിൻ്റെ തലക്കെട്ട്. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച നാം പഠിച്ച് നിർത്തിയത് ദൈവം ഈ ഭൂലോകത്തിലേക്ക് ഒരു ജലപ്രളയം വരുത്തുകയും ആ ജലപ്രളയത്തിലൂടെ പാപികളായ മനുഷ്യർക്ക് വേണ്ടി അല്ലെങ്കിൽ മനുഷ്യരുടെ മേൽ ദൈവം ഒരു ഭയാനകമായ
ന്യായവിധി നടത്തുകയും ചെയ്തു എന്നതാണ്. എന്നാൽ അതിനുശേഷം വീണ്ടും മാനവകുലത്തിനു വേണ്ടി ദൈവം അനുഗ്രഹങ്ങൾ കരുതിയിരുന്നു എന്നും കഴിഞ്ഞ ആഴ്ച നാം പഠിച്ചു കഴിഞ്ഞു. ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ ജലപ്രളയത്തിന് ശേഷം പിന്നീടുള്ള അധ്യായങ്ങളിൽ, പിന്നീടുള്ള ഭാഗങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ചില വ്യക്തികളെ മാത്രം കേന്ദ്രീകരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് ഇന്നത്തെ പാഠത്തിൻ്റെ മനപ്പാഠവാക്യത്തിലേക്ക് പോകാം. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യമാണ് ഇന്നത്തെ പാഠത്തിൻ്റെ മനപ്പാഠവാക്യം. അതിപ്രകാരം പറയുന്നു: സർവഭൂമിയിലെയും ഭാഷ യഹോവ അവിടെ വെച്ച് കലക്കിക്കളകിയാൽ അതിന് ബാബേൽ എന്നു പേരായി. യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിൽ എങ്ങും ചിഹ്നിച്ച് കളഞ്ഞു. ജലപ്രളയത്തിലൂടെ അന്ന് ഭൂമിയിൽ ജീവിച്ചിരുന്ന പാപികളായ മനുഷ്യരുടെ മേൽ ദൈവം ഒരു വലിയ ന്യായവിധി നടത്തിയപ്പോൾ അതിനുശേഷം വീണ്ടും ദൈവത്തിൻ്റെ പദ്ധതിക്ക് എതിരായിട്ട് മനുഷ്യർ പ്രവർത്തിച്ചത് മൂലം വീണ്ടും അവിടെ ദൈവത്തിൻ്റെ ഒരു ശിക്ഷാവിധി ഉണ്ടാകുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് ബാബേൽ എന്ന് പറയുന്ന ഈ സന്ദർഭത്തിലേക്ക് നാം എത്തിച്ചേരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജലപ്രളയത്തിന് ശേഷം പിന്നീട് നാം കാണുന്ന അധ്യായങ്ങളിൽ നോഹയെക്കുറിച്ചും നോഹയുടെ 3 പുത്രന്മാരെക്കുറിച്ചും പ്രത്യേകമായ പരാമർശങ്ങളുണ്ട്. ഷേം, ഹാം, യാഫത്ത് എന്ന് പറയുന്ന 3 മക്കളെക്കുറിച്ചും അവരുടെ ചരിത്രത്തെക്കുറിച്ചുമാണ് പിന്നീടുള്ള ഭാഗങ്ങളിൽ വേദപുസ്തകം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ദൈവം വീണ്ടും നോഹയെയും അവൻ്റെ വംശാവലിയും എല്ലാം അനുഗ്രഹിക്കുമ്പോൾ ആ അനുഗ്രഹത്തിന് വിഘാതം സൃഷ്ടിക്കുവാനായിട്ട് വീണ്ടും ഒരു കുഴപ്പം അല്ലെങ്കിൽ ഒരു കലക്കം ഇവിടെ ഉണ്ടാകുന്നതായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെയാണ് ബാബേൽ ഗോപുരം ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് ഒരു വിഘാതം സൃഷ്ടിച്ചുകൊണ്ട് വീണ്ടും മനുഷ്യരെ ഒരു നാശത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ശിക്ഷാവിധിയിലേക്ക് നയിക്കുന്നത്. അങ്ങനെ ഈ അതേ ബാബേൽ ഗോപുരം കാരണം വീണ്ടും മനുഷ്യർക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് ഒരു തടസ്സം ഉണ്ടാകുന്നതായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ കലക്കത്തിലേക്ക് നാം പോകുന്നതിന് മുമ്പ് നോഹയുടെ പുത്രന്മാരെക്കുറിച്ചും ആ പുത്രന്മാരിൽ ഹാമിന് ലഭിച്ച അല്ലെങ്കിൽ ഒരു ശാപത്തെക്കുറിച്ചുമാണ് നാം ആദ്യത്തെ ഭാഗം പഠിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 18 മുതൽ 27 വരെ വായിക്കുമ്പോൾ വളരെ വിചിത്രമായ, മറ്റൊരു ഭാഗത്തും കാണുവാൻ സാധിക്കാത്ത രീതിയിൽ വളരെ വിചിത്രമായ ഒരു കഥയ്ക്ക് നാം സാക്ഷ്യം വഹിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോഹയ്ക്ക് 3 പുത്രന്മാരുണ്ടായിരുന്നു. ഷേം, ഹാം, യാഫത്ത് എന്നിങ്ങനെയായിരുന്നു ആ പുത്രന്മാരുടെ പേരുകൾ. അതിൽ ഹാമിന് തൻ്റെ പിതാവിൽ നിന്ന് എപ്രകാരമാണ് ഒരു ശാപം ലഭിക്കേണ്ടി വന്നത്, തൻ്റെ മറ്റു സഹോദരന്മാരുടെ വേലക്കാരനായിട്ട് ഹാം എപ്രകാരമാണ് തീർന്നത് എന്നാണ് ആദ്യത്തെ ഭാഗത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ട് ഉള്ളത്. ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം: പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ടവരായ നോഹയുടെ പുത്രന്മാർ ഷേമും ഹാമും യാഫത്തുമായിരുന്നു. ഹാം എന്നവനോ കാനാന്റെ പിതാവ്. ഇവർ മൂവരും നോഹയുടെ പുത്രന്മാർ. അവരെ കൊണ്ട് ഭൂമി ഒക്കെയും നിറഞ്ഞു. 20-ാമത്തെ വാക്യം പറയുന്നു: നോഹ കൃഷി ചെയ്യുവാൻ തുടങ്ങി ഒരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കി. ശ്രദ്ധിക്കണം, ഇനി നാം കേൾക്കുവാൻ പോകുന്ന ഈ ചരിത്രം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏദൻ തോട്ടത്തിൽ നടന്ന ഒരു സംഭവത്തോട് വളരെ സാദൃശ്യം ഉള്ളതാണ്. അങ്ങനെ നോഹ കൃഷി ചെയ്യുവാൻ തുടങ്ങി. അവനൊരു മുന്തിരിത്തോട്ടം നട്ട് നനച്ചുണ്ടാക്കി. 21-ാമത്തെ വാക്യം പറയുന്നു: അവൻ അതിലെ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ച് തൻ്റെ കൂടാരത്തിൽ വസ്ത്രം നീങ്ങി കിടന്നു. അങ്ങനെ താൻ ഉണ്ടാക്കിയ ആ മുന്തിരിത്തോട്ടത്തിൽ നിന്നും മുന്തിരിയിൽ നിന്നും എന്താണ് നോഹ അതിലെ വീഞ്ഞു കുടിച്ച്, ആ മുന്തിരി കൊണ്ടുണ്ടാക്കിയ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ച് തൻ്റെ കൂടാരത്തിൽ വസ്ത്രം നീങ്ങി അല്ലെങ്കിൽ വിവസ്ത്രനായി കടന്നുവെന്ന് ഈ ഒരു ചരിത്രം പറയുന്നു. അങ്ങനെ 22-ാമത്തെ വാക്യത്തിൽ കാനാന്റെ പിതാവായ ഹാം പിതാവിൻ്റെ ഈ നഗ്നത കാണുകയും ആ നഗ്നത മറയ്ക്കുവാനായി ഒന്നും ചെയ്യാതെ അവൻ പുറത്തു ചെന്ന് തൻ്റെ സഹോദരന്മാരോട് ഈ ഒരു കാര്യം അറിയിക്കുകയും ഈ കാര്യം കേട്ടപ്പോൾ ഹാമിൻ്റെ സഹോദരന്മാരായ ഷേമും യാഫത്തും വേഗത്തിൽ ഒരു വസ്ത്രമെടുത്ത് ഇരുവരുടെയും തോളിലിട്ട് വിമുഖരായി ചെന്ന് മുഖം മറച്ചു ചെന്ന്
തൻ്റെ പിതാവിൻ്റെ നഗ്നത മറച്ചു. അവരുടെ മുഖം തിരിഞ്ഞിരുന്നത് കൊണ്ട് അവർ പിതാവിൻ്റെ നഗ്നത കണ്ടില്ല. അങ്ങനെ നോഹ ലഹരി വിട്ട് എഴുന്നേറ്റപ്പോൾ തൻ്റെ മകനായ ഹാം ചെയ്ത ഈ പ്രവൃത്തി അറിയുകയും അവൻ ഹാമിനെ ശപിക്കുകയും ചെയ്തു. തൻ്റെ സഹോദരന്മാർക്ക് അധമദാസനായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നോഹ തൻ്റെ മകനായ ഹാമിനെ ശപിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ വിചിത്രമായ കഥ കേൾക്കുമ്പോൾ ഏദൻ തോട്ടത്തിലെ ആദമിൻ്റെ ജീവിതവുമായി വളരെ ബന്ധമുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആദമും ഇപ്രകാരം കൃഷി അല്ലെങ്കിൽ ഒരു തോട്ടത്തിൻ്റെ കാവൽക്കാരൻ ആയിരുന്നു. നോഹ മുന്തിരിത്തോട്ടത്തിൻ്റെ അനുഭവം കൊണ്ട് അത് വീഞ്ഞാക്കി മാറ്റി ലഹരി പിടിച്ച് കടന്നതുപോലെ ആദാം വിലക്കപ്പെട്ട ഒരു ഫലം, ഒരു കനി ഭക്ഷിക്കുന്നു. അതിനുശേഷം താൻ നഗ്നനാണ് എന്ന് ആദാം തിരിച്ചറിയുന്നത് പോലെ തന്നെ ഇവിടെ ഈ മുന്തിരിച്ചാറിൽ നിന്നും ലഹരി പിടിച്ചിട്ട് നഗ്നനായിട്ട് നോഹ ശയിക്കുന്നു. അതിനുശേഷം ആദം എപ്രകാരം ആ തെറ്റിനെ ഒന്ന് മൂടിവെക്കുവാൻ ശ്രമിച്ചുവോ അതുപോലെ നോഹയുടെ ഈ നഗ്നതയെ തൻ്റെ പുത്രന്മാര് മൂടിവെക്കുവാൻ ശ്രമിക്കുന്നു. അതിനുശേഷം ദൈവത്താൽ ആദം ഹവ്വ എപ്രകാരം ശപിക്കപ്പെട്ടുവോ അതുപോലെ തന്നെ നോഹയാൽ തൻ്റെ പുത്രനായ ഹാമും ശപിക്കപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ ഇരു ശാപങ്ങൾക്ക് ശേഷവും ഒരു അനുഗ്രഹവും ഉണ്ടായിരുന്നു. ആദമും ഹവ്വയും ക്രിസ്തുവേശുവിനെ കുറിച്ചുള്ള ഒരു വാഗ്ദത്തം കൊണ്ട്, ഒരു പ്രവചനം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുന്നുവെങ്കിൽ നോഹ തൻ്റെ നഗ്നത കണ്ട ഹാമിനെ ഒഴിച്ച് മറ്റ് 2 പുത്രന്മാരെയും അനുഗ്രഹിക്കുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ ചരിത്രം പഠിക്കുമ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം അല്ലെങ്കിൽ വളരെ അപകടകരമായ ഒരു വിഷയം എന്ന് പറയുന്നത് മാതാപിതാക്കളോടുള്ള ഒരുവൻ്റെ ആദരവാണ്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ വാക്കുകളെ ആദമും ഹവ്വയും എപ്രകാരം ലംഘിച്ചുവോ അതുപോലെ തൻ്റെ പിതാവായ നോഹയെ ഹാം എന്ന് പറയുന്ന ഈ പുത്രൻ ആദരിക്കുന്നില്ല. തൻ്റെ പിതാവ് വിവസ്ത്രനായി കിടക്കുമ്പോൾ ആ നഗ്നത മറയ്ക്കുന്നതിനും ഉപരിയായിട്ട്, അതിന് ശ്രമിക്കുന്നതിനും ഉപരിയായിട്ട് തൻ്റെ പിതാവ് വിവസ്ത്രനായി കിടക്കുന്ന കാര്യം മറ്റു സഹോദരന്മാരെ അറിയിക്കുവാനുള്ള വ്യഗ്രതയാണ് ഹാം ചെയ്തത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതാപിതാക്കളെ നാം ആദരിക്കേണ്ടത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അത് തീർച്ചയായിട്ടും നമ്മുടെ ഭാവിയെയും സ്വാധീനിക്കുവാൻ കഴിയുന്ന ഒന്നാണ്. നിങ്ങളുടെ ഭൂതകാലത്തെ പ്രതിനിധാനം ചെയ്യുന്ന നിങ്ങളുടെ മാതാപിതാക്കളെ ആദരിക്കാതിരുന്നാൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാവിയെയും ബാധിക്കും. ഹാം തൻ്റെ പിതാവിനെ ആദരിക്കാതെ അവൻ്റെ നഗ്നത മറയ്ക്കാതിരുന്നപ്പോൾ അവൻ്റെ ഭാവി കാലം ഒരു ശാപത്താൽ ദുസ്സഹമായി തീർന്നു. അവൻ തൻ്റെ സഹോദരന്മാർക്ക് ഒരു അധമ ദാസനായി തീർന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അപ്രകാരം സ്വർഗസ്ഥനായ പിതാവിനെ ആദരിക്കാതിരുന്ന ആദമിൻ്റെയും ഹവ്വയുടെയും തുടർന്നുള്ള ജീവിതം വളരെ ദുസ്സഹമായിരുന്നു, ശാപഗ്രസ്തമായിരുന്നുവെന്നും ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ഭാഗം, ഈ ഒരു വിചിത്രമായ സംഭവ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ഭാവിയിലേക്ക്, നമ്മുടെ ഭാവി ശുഭത കൈവരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഭൗമികരായ മാതാപിതാക്കളെ പോലെ തന്നെ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിനെയും നാം ആദരിക്കണം എന്നത് തന്നെയാണ്. അതിനുശേഷം നാം കാണുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം എല്ലാം വായിക്കുമ്പോൾ വളരെ ദീർഘമായ രീതിയിൽ ഓരോ വംശാവലിയെക്കുറിച്ചും പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കും. മാതാപിതാക്കളെക്കുറിച്ചും അവരുടെ കുട്ടികളെക്കുറിച്ചും അവരുടെ അടുത്ത തലമുറ, അങ്ങനെയുള്ള അനേക തലമുറകളെക്കുറിച്ച് വളരെ ദീർഘമായിട്ട് വേദപുസ്തകം വിവരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്, എന്തിനാണ് ഒരു വ്യക്തിയുടെ ഭവനത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവൻ്റെ വംശാവലിയെക്കുറിച്ച് ഇത്ര സുദീർഘമായിട്ട് വേദപുസ്തകം പരാമർശിക്കുന്നത്, പ്രസ്താവിക്കുന്നത് അല്ലെങ്കിൽ വിശദീകരിക്കുന്നത്?
ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ പലപ്പോഴും ആ ഭാഗങ്ങൾ നമ്മെ അലസോരപ്പെടുത്തിയിരിക്കാം, പലപ്പോഴും അത് ആവർത്തന വിരസത സൃഷ്ടിച്ചിരിക്കാം. എന്തുകൊണ്ടായിരിക്കും ഇത്രയേറെ വിശദീകരണത്തിലൂടെ ഈ വംശങ്ങളെക്കുറിച്ച് വേദപുസ്തകം പരാമർശിക്കുന്നത് എന്നെല്ലാം നാം ചിന്തിച്ചിരിക്കാം. തീർച്ചയായിട്ടും ദൈവത്തിന് അതിൻ്റെ പിന്നിൽ വളരെ വ്യക്തമായ ചില കാരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട 3 കാരണങ്ങളാണ് ഈ ദീർഘമായ വംശാവലി പരാമർശത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, വേദപുസ്തകം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി തൻ്റെ ഭാവനയിലൂടെ മെനഞ്ഞിരിക്കുന്ന കെട്ടുകഥകളുടെ ഒരു കൂട്ടമല്ല, മറിച്ച് വേദപുസ്തക സംഭവങ്ങളുടെ ചരിത്രപരമായ പ്രാകൃതത്തെ അത് ഊന്നി പറയുന്നുണ്ട്. ഈ പുസ്തകം, ഈ വചനങ്ങൾ ആരും മെനഞ്ഞ ഒരു കെട്ടുകഥയല്ല, മറിച്ച് ഇതൊരു ചരിത്രമാണ് എന്ന് വിശദീകരിച്ചുള്ള ഈ വംശാവലി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുരാതന കാലം മുതൽ ഓരോ വേദപുസ്തക എഴുത്തുകാരൻ്റെയും കാലം വരെയുള്ള ഒരു തുടർച്ചയും ഈ വംശാവലിയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ യഥാർത്ഥ മനുഷ്യരുടെ കഥയാണ്, യഥാർത്ഥ മനുഷ്യരുടെ ചരിത്രമാണ് ഈ ഓരോ വംശാവലിയും നമ്മോട് പറയുന്നത്. അതുപോലെ തന്നെ ഓരോ മനുഷ്യ ജീവിതങ്ങളും അവരുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയ ചിന്ത കൂടി ഈ ഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഓരോ വ്യക്തിയുടെയും ജീവിതകാലം, അല്ലെങ്കിൽ അവൻ ജീവിച്ചിരുന്ന സംവത്സരം ഇത്ര വർഷമാണ്, ഇത്ര ദിവസമാണ് എന്നെല്ലാം വ്യക്തമായിട്ട് പറയുമ്പോൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ വ്യക്തമായ ഒരു പദ്ധതിയുണ്ട്, ഒരു ചിന്തയുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം, ഈ ഓരോ വംശാവലിയും അല്ലെങ്കിൽ ഓരോ വിശദീകരിച്ചുള്ള ഓരോ വംശാവലിയും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യൻ്റെ ദുർബലതയും പാപത്തിൻ്റെയും അതിൻ്റെ ശാപത്തിൻ്റെയും ദുരന്തങ്ങളിലൂടെ മനുഷ്യൻ എപ്രകാരം കടന്നു പോകുന്നു എന്നതും കൂടിയാണ്. ആദമിനും ഹവ്വയ്ക്കും ഒരു ശാപം ലഭിച്ചപ്പോൾ പിന്നീടുള്ള അവൻ്റെ തലമുറകൾ എപ്രകാരമാണ് ആ ശാപത്തിലൂടെ ജീവിച്ചത്. തൻ്റെ മാതാപിതാക്കൾക്ക് ലഭിച്ച ശാപം തങ്ങളുടെ ജീവിതത്തെ എപ്രകാരമാണ് സ്വാധീനിക്കുന്നത് എന്നുകൂടി നമുക്ക് ഈ വിശദമായ വംശാവലിയിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ മാത്രമല്ല, വേദപുസ്തകത്തിലെ മറ്റനേകം ഭാഗങ്ങളിലും വിശദീകരിച്ചുള്ള ഈ വംശാവലി നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇനി നാം ആ ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് വേഗത്തിൽ വായിച്ചോടിക്കാതെ, മറിച്ച് ഓരോ മനുഷ്യനും മേലും ദൈവത്തിന് എത്ര വിസ്മയകരമായ പദ്ധതികളാണ് ഉള്ളത്, അല്ലെങ്കിൽ ഓരോ മനുഷ്യന്റെ ജീവിതവും ദൈവം എത്രത്തോളം സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ചിന്ത കൂടി നമ്മുടെ മനസ്സിലേക്ക് എത്തിച്ചേരണം. അടുത്ത ഭാഗത്തിലേക്ക് പോകുമ്പോൾ ഒരു ഭാഷ എന്നതാണ് നമ്മുടെ അടുത്ത ഭാഗത്തിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെ വായിക്കുമ്പോൾ ഭൂമിയിലുള്ള മനുഷ്യരെല്ലാവരും വളരെ ഐക്യമതപ്പെട്ടുകൊണ്ട് ഒരു കാര്യം ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 11-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നു, ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. ഇന്ന് നമ്മുടെ ഭൂമിയിൽ അനേകം ഭാഷകളുണ്ട്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ അനേകം ഭാഷകളും ഉപഭാഷകളും ഉണ്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ ഒന്ന് ഓർത്ത് നോക്ക്, ദൈവത്തിൻ്റെ വിഭാവനത്തിൽ ഈ ലോകം മുഴുവനും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. എന്നാൽ ഈ ഭാഷ കലക്കിക്കളയുവാനായിട്ട് നമ്മുടെ പിതാവായ യഹോവ തീരുമാനിക്കുന്ന ഒരു സാഹചര്യത്തെയാണ് ഈ പാഠം വിവരിക്കുന്നത്. ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. അതിനുശേഷം ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അവർ തമ്മിൽ വരുവിൻ, നാം ഇഷ്ടിക അറുത്ത് ചുടുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശുമണ്ണ് കുമ്മായമായും ഉപയോഗിച്ചു. 4-ാമത്തെ വാക്യം പറയുകയാണ്, വരുവിൻ, നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക, നമുക്ക് ഒരു പേരുണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു. ദൈവത്തിൻ്റെ പദ്ധതിക്കും
വിഭിന്നമായിട്ട്, അല്ലെങ്കിൽ അതിന് എതിരായിട്ട് അന്ന് ഭൂമിയിൽ ജീവിച്ചിരുന്ന എല്ലാവരും ചേർന്ന് ഇവിടെ ഒരു പദ്ധതി വിഭാവനം ചെയ്യുകയാണ്. ആ വാക്യം ഇപ്രകാരം പറയുകയാണ്: വരുവിൻ, നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോവണിയും പണിയുക എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് ചെറിയ സംശയങ്ങൾ വന്നേക്കാം, അല്ലെങ്കിൽ ചില ആശയക്കുഴപ്പങ്ങൾ വന്നേക്കാം. ആദ്യത്തെ ഭാഗത്തിൽ വായിക്കുമ്പോൾ മനുഷ്യരെല്ലാവരും വളരെ ഐക്യമത്തപ്പെട്ടിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ ഈ ഐക്യത്തെ തകർക്കുവാനായിട്ട് ദൈവം സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് ദൈവം ഇപ്രകാരം ഇറങ്ങി വരുന്നത് എന്നതിൻ്റെ ഉത്തരമാണ് ഇനിയുള്ള ഭാഗങ്ങളിലൂടെ നാം മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുകയാണ്, അന്ന് ഭൂതലത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരെല്ലാവരും ഒരുമിച്ച് ഒരു സമഭൂമിയിൽ കൂടി അവർ സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയുവാനായിട്ട് ആരംഭിക്കുന്നു. ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ സ്വർഗത്തിൽ എത്തുവാൻ ആഗ്രഹിച്ച മറ്റൊരു ദൂതനെ നമ്മുടെ ഓർമ്മയിൽ വരും. അത് മറ്റാരുമല്ല, ലൂസിഫർ എന്നായിരുന്നു. എസ്കേൽ പ്രവചനത്തിൽ പറയുന്നത്, അവൻ ദൈവത്തിൻ്റെ ഒപ്പം ഇരിക്കുവാൻ ആഗ്രഹിച്ചു. ദൈവം ഇരിക്കുന്ന അതേ സിംഹാസനത്തിൽ അതിനോടൊപ്പം ഇരിക്കുവാനായിട്ട് ആഗ്രഹിച്ചു എന്ന് പറയുന്നുണ്ട്. ഇവിടെയും കാര്യങ്ങൾ വ്യത്യസ്തമല്ല. സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോപുരം ഉണ്ടാക്കുവാനായിട്ട് ഈ മനുഷ്യർ ആഗ്രഹിക്കുമ്പോൾ അവർ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ അതേ സ്ഥാനം ഏറ്റെടുക്കുവാൻ തന്നെയാണ്. ആ വാക്യം അതിനുശേഷം പറയുന്നത്, നമുക്ക് ഒരു പേരുണ്ടാക്കുക എന്ന് പറഞ്ഞു. നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സ്വർഗസ്ഥനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ചെയ്യണം. എന്നാൽ ഇവിടെ ആ ജനങ്ങൾ പറയുകയാണ്, നമുക്ക് സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയാം, നമുക്ക് ഒരു പേര് ഉണ്ടാക്കുക. അവരുടെ സ്വന്തമായ പേരിന് പ്രശസ്തിക്ക് വേണ്ടിയാണ് അവർ അവിടെ ഒരു ഗോപുരം ഉണ്ടാക്കുവാനായിട്ട് തുടങ്ങുന്നത് എന്ന് ദൈവത്തിൻ്റെ ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ചുരുക്കത്തിൽ ബാബേൽ ഗോപുരത്തിൻ്റെ പണിക്കാർ, അല്ലെങ്കിൽ അതിനുവേണ്ടി സഹകരിച്ചിരുന്ന അന്നത്തെ മനുഷ്യർ സൃഷ്ടാവായ ദൈവത്തെ മാറ്റി പ്രതിഷ്ഠിക്കാം എന്ന് പറയുന്ന തികച്ചും തെറ്റായ ഒരു ആശയത്തെ താലോലിച്ചവർ ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ മാറ്റി അവിടെ ഒന്നിനും പകരം വയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കില്ല. നമ്മുടെ ദൈവത്തിന് പകരക്കാരനായിട്ട് ഒരു വ്യക്തിയെയോ ഒരാശയത്തെയോ ഒരു സൃഷ്ടിയെയോ വയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ സൃഷ്ടാവായ ദൈവത്തെ മാറ്റി പ്രതിഷ്ഠിക്കാം എന്ന് പറയുന്ന ഒരു തെറ്റായ ആശയത്തെ ഈ ആളുകളെല്ലാം താലോലിച്ചിരുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഏഷ്യാവിൻ്റെ പ്രവചനം നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. ഏഷ്യ പ്രവചനം 14-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ഇപ്രകാരം നമ്മോട് പറയുന്നുണ്ട്: ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. ലൂസിഫറിൻ്റെ വീഴ്ചയ്ക്ക് ഇടയാക്കിയ, ലൂസിഫറിൻ്റെ മനസ്സിൽ തോന്നിയ അതേ ചിന്ത തന്നെയാണ് അന്ന് ബാബേൽ ഗോപുരം പണിയുന്ന ഓരോ വ്യക്തികളും താലോലിച്ചിരുന്നത്. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതന് സമനാകും എന്ന് ലൂസിഫർ ഹൃദയത്തിൽ പറഞ്ഞപ്പോൾ അതേ ചിന്ത കൊണ്ടാണ് സ്വർഗത്തോളം ഉയരമുള്ള ഒരു ഗോപുരം പണിയുക, നമ്മുടെ പേരിന് വേണ്ടി നമുക്കൊരു പട്ടണം പണിയാം എന്നെല്ലാം ചിന്തിക്കുമ്പോൾ അവരെ ഭരിച്ചിരുന്നത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ആത്മാവല്ല. ഒരിക്കൽ ദൈവത്തോട് സമനാകുവാൻ ആഗ്രഹിച്ചിരുന്ന ലൂസിഫറിൻ്റെ പൈശാചികൻ്റെ ആത്മാവിനെയാണ് ഈ വ്യക്തികളിൽ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുന്നത്. സ്വർഗത്തിൽ എത്തി ദൈവത്തെ മറിച്ചിടാമെന്ന് പറയുന്ന ഒരു ശ്രമമാണ് ബാബിലോണിൻ്റെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പൈശാചികമായ ഇത്തരം ചിന്തകൾ, ദൈവത്തിന് പകരം, നാം നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യക്തിക്കും ദൈവത്തിന് പകരക്കാരനാകാൻ സാധിക്കുകയില്ല. നാം ഇന്ന് താലോലിക്കുന്ന
ആശ്രയിക്കുന്ന ഒരാശയങ്ങൾക്കോ ഒരു വ്യക്തികൾക്കോ ഒരു ചിന്തകൾക്കോ സ്രഷ്ടാവായ ദൈവത്തിന് പകരക്കാരൻ ആകുവാൻ സാധിക്കയില്ല എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. ഇനി ഈ ഗോപുരം പണിയുമ്പോൾ അവരെ ഭരിച്ച മൂന്നാമത്തെ പൈശാചികമായ ഒരു ചിന്ത എന്ന് പറയുന്നത്, ഇനി ഒരു പ്രളയം നമ്മെ നശിപ്പിക്കാതിരിപ്പാൻ വേണ്ടി നമുക്ക് ഉയരമുള്ള ഒരു ഗോപുരം പണിയാം. ജലപ്രളയത്തിന് ശേഷം ജീവിച്ചിരുന്നവരാണ് അവർ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ആ ജലപ്രളയത്തിൻ്റെ കഥകളും ചരിത്രങ്ങളും ഇവർക്കെല്ലാം അറിയാമായിരുന്നു. അപ്പോൾ അവർ ചിന്തിക്കുകയാണ്, ഇനി ഒരിക്കൽ കൂടി ഈ ഭൂലോകത്തെ നശിപ്പിക്കുവാനായിട്ട് ദൈവം ഒരു പ്രളയം വരുത്തിയാൽ അതിനെ അതിജീവിക്കുവാൻ വേണ്ടി നമുക്ക് ഉയരമുള്ള ഒരു ഗോപുരം പണിയണം. അത് 2 തരത്തിൽ ദൈവത്തോടുള്ള നീതികേടാണ് എന്ന് പാഠം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്ന്, ഇനിമേൽ ഈ ഭൂമിയെ ഞാൻ ജലം കൊണ്ട് നശിപ്പിക്കുകയില്ല എന്ന് ദൈവം ഒരു വാഗ്ദത്തം ചെയ്തതായിട്ടും അവൻ്റെ വാഗ്ദത്ത നിവർത്തിക്കായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സൂചകമായിട്ട് തൻ്റെ വില്ല് അവൻ ആകാശത്ത് വെച്ചുവെന്നും നാം കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു. വേദപുസ്തകവും നമ്മോട് പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഒരിക്കലും ഞാൻ ജലം കൊണ്ട് ഭൂമിയെ നശിപ്പിക്കുകയില്ല എന്ന് ദൈവം പറയുമ്പോൾ അതേ ദൈവത്തിൻ്റെ വാക്കുകളെ അവിശ്വസിച്ചുകൊണ്ടാണ് ഇന്ന് ബാബേൽ പറയുന്നത്, ഇനി ഒരു ജലപ്രളയം വരുത്തിയാൽ അതിനെ അതിജീവിക്കുവാൻ വേണ്ടി നമുക്ക് ആകാശം മുട്ടുന്ന ഒരു ഗോപുരം പണിയാം. ഒരേ സമയത്ത് അവർ ദൈവത്തോട് അവിശ്വാസം കാണിക്കുകയും ഒരേ സമയത്ത് അവർ ദൈവത്തോട് മത്സരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഈ ബാബേൽ ഗോപുരത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ലോകം ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് എതിരായിട്ട് പോകുമ്പോൾ എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഈ ലോകത്തുണ്ടായിട്ടുണ്ട്. ഈ ഭൂമി വക്രത കൊണ്ട് നിറഞ്ഞപ്പോൾ, ഈ ഭൂമിയിലെ ജനങ്ങളുടെ പാപം അത് കുന്നിച്ച് സ്വർഗത്തോളം എത്തിയപ്പോഴാണ് ദൈവം ജലപ്രളയം കൊണ്ട് ഈ ഭൂമിയെ ഉന്മൂല നാശം വരുത്തിയത്, അല്ലെങ്കിൽ ഒരു ഇടപെടൽ നടത്തിയത്. അതുപോലെ തന്നെ ബാബേൽ ഗോപുരത്തിലൂടെ ദൈവത്തിലുള്ള വിശ്വാസം കളഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ അവിശ്വസിച്ച് ദൈവത്തോട് മത്സരിക്കുവാൻ ഒരു ജനം ഒറ്റക്കെട്ടായിട്ട് വരുമ്പോൾ അവിടെ വീണ്ടും സ്വർഗത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ആ സ്വർഗീയമായ ഇടപെടൽ കാണുവാൻ സാധിക്കും. മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു. അപ്പോൾ യഹോവ, ഇതാ ജനമൊന്ന്, അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന്, ഇതും അവർ ചെയ്തു തുടങ്ങുന്നു. അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാവുകയില്ല. വരുവിൻ, നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കളയാം എന്ന് പറഞ്ഞു. വരുവിൻ, നാം ഇറങ്ങിച്ചെന്ന്. ഈ വാക്ക് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് ചില സംശയങ്ങളും ദൈവത്തെക്കുറിച്ച് ചില ആശയക്കുഴപ്പങ്ങളും ചില വൈരുദ്ധ്യകരമായ ചിന്തകളും കടന്ന് വരുവാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ദൈവം ഇറങ്ങി വന്ന് അവൻ എന്ത് ചെയ്യുന്നു? അവർ മനുഷ്യരുടെ ഭാഷ അല്ലെങ്കിൽ അവരുടെ ഐക്യം തകർക്കുവാനായിട്ട് ശ്രമിക്കുന്നുവെന്ന് ഈ ഭാഗം പറയുന്നുണ്ട്. നമുക്ക് ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് ചിന്തിക്കാം. ഇവിടെ മനുഷ്യർ എത്രത്തോളം മുകളിലേക്ക് പോയെങ്കിലും അവരെ കാണണമെങ്കിൽ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരണമായിരുന്നു. നമ്മുടെ നിലവുകളും കനവുകളും നമ്മുടെ പ്രവർത്തികളും എത്രത്തോളം ഉയർന്നുവെന്ന് നാം ചിന്തിക്കുന്നുണ്ട് എങ്കിലും ഒരിക്കലും അതൊന്നും ദൈവത്തിൻ്റെ ഒപ്പമാക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. അന്നും ഇന്നും ഇനി എല്ലായ്പ്പോഴും മനുഷ്യർ ദൈവത്തിൻ്റെ കീഴിലാണ് എന്നുള്ള പരമാർത്ഥം നാം മനസ്സിലാക്കണം. ബാബേൽ ഗോപുരം പണിയുമ്പോൾ അവർ ദൈവത്തിന് സമനാകുവാൻ അല്ലെങ്കിൽ ദൈവത്തെക്കാളും ഉയരത്തിലാകുവാൻ ആഗ്രഹിച്ചിട്ടാണ് ആ ഗോപുരത്തിന് അവർ ഓരോ ഇഷ്ടികയും ചേർത്തു എങ്കിലും അവർ അത്രത്തോളം ഉയരത്തിലേക്ക് എത്തിയിരുന്നുവെങ്കിലും അവരെ കാണണമെങ്കിൽ ദൈവത്തിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരണമായിരുന്നു. അതർത്ഥമാക്കുന്നത് അവർ എത്രത്തോളം ഉയരത്തിലെത്തിയാലും അപ്പോഴും അവർ ദൈവത്തിൻ്റെ കീഴിൽ തന്നെയായിരുന്നു എന്ന് തന്നെ ആണ്.
പ്രിയപ്പെട്ടവരെ, ദൈവത്തോടൊപ്പം ഉയരുവാനും സ്വർഗത്തിൽ അവനെ കണ്ടുമുട്ടുവാനുമുള്ള ഏതൊരു മനുഷ്യ പ്രവർത്തികളും മനുഷ്യ ശ്രമവും അത് വിഫലമായി തീരും, അത് അസംബന്ധമായി തീരും എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഈവൻ പാപത്തിൽ നശിച്ചു പോകുന്ന നാം ഉൾപ്പെടെയുള്ള മനുഷ്യരാശിയെ രക്ഷിക്കുവാനായിട്ടും ഇതേ ദൈവം തന്നെ സ്വർഗത്തിൽ നിന്നും മനുഷ്യപുത്രനായിട്ട് ഇറങ്ങി വന്നതായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ പരമാധികാരം, തൻ്റെ സൃഷ്ടികൾക്ക്, എല്ലാ സൃഷ്ടികൾക്കും മേലെയുള്ള ദൈവത്തിൻ്റെ ഉയർന്ന സ്ഥാനവും പരമാധികാരവുമാണ് നാം ഇറങ്ങിച്ചെന്ന് എന്ന് പറയുന്ന ഈ വാക്ക് നമ്മോട് പറയുന്നതും പഠിപ്പിക്കുന്നതും. രണ്ടാമത്തെ ഭാഗം ചിന്തിക്കുമ്പോൾ ബാബേൽ ഗോപുര വിവരണത്തിൽ ഉള്ള ദൈവത്തിൻ്റെ പ്രസ്താവനയിൽ ഒരു വൈരുദ്ധ്യം കാണുന്നുണ്ട്. പട്ടണവും ഗോപുരവും കാണേണ്ടതിന് നാം ഇറങ്ങിച്ചെല്ലുക എന്നതാണ് ഇവിടെ വചനം നമ്മോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് അത്തരത്തിൽ ഒരു പട്ടണമോ ഗോപുരമോ കാണേണ്ടതിന് ഇറങ്ങി വരേണ്ട അവസ്ഥയുണ്ടോ? സങ്കീർത്തനം 139 അധ്യായത്തിലേക്ക് നമുക്കൊന്ന് പോകാം. സങ്കീർത്തനം 139 അധ്യായം അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ എവിടെയുണ്ട്? പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ എവിടെയുമുണ്ട്? ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്തു ചെന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും, നിന്റെ വലം കൈ എന്നെ പിടിക്കും. നമ്മുടെ സൃഷ്ടാവായ ദൈവം തീർച്ചയായിട്ടും സർവ്വവ്യാപിയാണ്. അവനെ ഒളിച്ച് നമുക്ക് ഈ ഭൂലോകത്തിൽ എവിടെയും ആയിരിക്കുവാൻ സാധിക്കുകയില്ല. നാം എവിടെയൊക്കെയാണെങ്കിലും ദൈവത്തിൻ്റെ കണ്ണിൻ മുൻപിലാണ് എന്ന് നാം തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഇവിടെ ഈ പട്ടണവും ഗോപുരവും കാണേണ്ടതിന് ദൈവത്തിന് ഒരിക്കലും താഴേക്ക് ഇറങ്ങി വരേണ്ട കാര്യമില്ല. കാരണം അവൻ സർവജ്ഞാനിയാണ്, അതോടൊപ്പം തന്നെ സർവവ്യാപിയുമാണ്. എന്നിരുന്നാലും ദൈവം ഭൂമിയിലേക്ക് താഴേക്ക് വന്നു. ഈ ആശയം മനുഷ്യരുമായുള്ള ദൈവത്തിൻ്റെ ഇടപെടലിനെയാണ് ഊന്നി പറയുന്നത്. നമ്മുടെ മനുഷ്യരാശിയെ മുഴുവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്ന ആ സമയത്ത് പോലും യേശു ക്രിസ്തു സ്വർഗത്തിൽ പിതാവായ ദൈവവുമായുള്ള സമത്വം മുറുകെ പിടിക്കാതെ അവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. കാൽവരി കുരിശോളം അവൻ തന്നെ താഴ്ത്തി അനുസരണമുള്ളവനായി തീർന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നുണ്ട്. നമ്മുടെ ഏതൊരവസ്ഥയിലും നമ്മെ കാണുവാനായിട്ട് ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ വേദപുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണ് മോശയോട് ദൈവം പറയുന്നത്, ഞാൻ എൻ്റെ ജനത്തിൻ്റെ നടുവിൽ വസിക്കേണ്ടതിന് നീ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. നമ്മുടെ ദൈവം എന്ന് പറയുന്നത് എപ്പോഴും നമ്മോട് കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ടാണ് പാപികളും വഷളന്മാരും ദൈവത്തോട് മത്സരിക്കുന്നവരുമായ ഈ ബാബേൽ ജനത്തിൻ്റെ അടുക്കിലേക്ക് പോലും ദൈവം ഇറങ്ങി വന്നത്. ആ ഇറങ്ങി വരവ് എന്നെയും നിന്നെയും പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രമാണ്. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതാണ് ദൈവത്തിൻ്റെ ഇറങ്ങി വരവ് നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ പാപകരമായ അവസ്ഥയിൽ നമ്മെ രക്ഷിക്കുവാനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്ന യേശു ക്രിസ്തു എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കൃപയാണ്. നമുക്കറിയാം, കൃപ എന്ന് പറയുന്നത് അർഹിക്കാതെ ലഭിക്കുന്ന ഒരു ദാനമാണ്. ഞാനും നിങ്ങളും പാപികളായിരിക്കുന്ന നിലയിൽ ഒരിക്കലും ദൈവത്തിൻ്റെ ഒരു ദാനത്തിനും അർഹത ഉണ്ടായിരുന്നവരായിരുന്നില്ല. എന്നാൽ നമുക്ക് അർഹിക്കാത്ത ഒരു ദാനം സ്വർഗത്തിൽ നിന്നും ദൈവം ഈ ഭൂമിയിലേക്ക് തന്നു. അത് മറ്റൊന്നുമല്ല, സാക്ഷാൽ യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിൻ്റെ ജനനവും അവൻ്റെ ജീവിതവും മരണവും ഉയർത്തെഴുന്നേൽപ്പും എല്ലാം നമുക്ക് പ്രത്യാശയ്ക്ക് വക നൽകുന്നതാണ്. ആ പ്രത്യാശ നമുക്ക് ലഭിച്ചത് ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിനോട് ചേർന്ന് നമുക്ക് ചിന്തിക്കുവാനുള്ള കാര്യം, ഈ വാക്യപ്രകാരം മനുഷ്യരുടെ ആ ഐക്യം അതിന് ഒരു അവസാനം കുറിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നു എന്നതാണ്. യഥാർത്ഥത്തിൽ
ഈ ഭൂമിയിൽ മനുഷ്യർ ഐക്യപ്പെടുമ്പോൾ അതിൽ അസൂയപ്പെടുന്ന ഒരു ദൈവമാണോ എനിക്ക് നിനക്കുമുള്ളത്? നാം ചിന്തിക്കണം. ഒരിക്കലും ദൈവം നമ്മെ ഐക്യമില്ലാത്തവരായിട്ട് കാണുവാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് നാം സഹവിശ്വാസികളുമായിട്ട് സഹജീവികളുമായിട്ട് എപ്പോഴും ഐക്യത്തിൽ, ഒരുമയിലും സാഹോദര്യത്തിലും ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ബാബേലിലെ ആ ജനത്തിൻ്റെ ഐക്യത്തിന് ഒരവസാനം കുറിക്കുവാൻ ദൈവം ആഗ്രഹിച്ചത്? മറ്റൊന്നുമല്ല അതിൻ്റെ കാരണം ആ ജനങ്ങൾ ഐക്യപ്പെട്ടത് അത് തിന്മയ്ക്ക് വേണ്ടിയായിരുന്നു. ദൈവം ആഗ്രഹിക്കുന്ന ഐക്യം അത് നന്മയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ അന്നത്തെ ജനം ഐക്യപ്പെട്ടത് ദൈവത്തിന് എതിരെ മത്സരിക്കുവാനാണ്, അല്ലെങ്കിൽ തിന്മയ്ക്ക് വേണ്ടിയാണ് അന്നത്തെ ജനം ഒറ്റക്കെട്ടായത് എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് നമ്മോട് പറയുന്നുണ്ട്. ആ വാക്യം ഇപ്രകാരമാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്: വരുവിൻ, നമുക്ക് ഒരുമിച്ച് ഇഷ്ടിക അറുത്ത് ചുട്ട് ഒരു ഗോപുരമുണ്ടാക്കാം. അപ്പോൾ അവരുടെ ആ ഒരുമ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് എതിരെ മത്സരിക്കുവാൻ വേണ്ടിയായിരുന്നു. അല്ലെങ്കിൽ ആ ഒരുമ, ആ ഐക്യം വീണ്ടും 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 അവരെ തിന്മയിലേക്ക് നയിക്കുള്ളൂ എന്ന് പറയുന്ന ഒരു പരമപ്രധാന വസ്തുത നമ്മുടെ ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ ഐക്യത്തിന് ഒരവസാനം വരുത്തുവാൻ ദൈവം ആഗ്രഹിച്ചത്. അങ്ങനെയാണ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും ദൈവം അവരുടെ ഭാഷ കലക്കിക്കളയുകയും ചെയ്തത്. ഒരിക്കൽ ഒരേ ഭാഷയിൽ സംസാരിച്ചിരുന്ന ജനം പെട്ടെന്ന് തന്നെ വ്യത്യസ്തമായ ഭാഷകൾ അവരുടെ ഇടയിൽ വന്നപ്പോൾ അവർക്ക് പരസ്പരം ആശയവിനിമയം നടത്തുവാൻ സാധിച്ചില്ല. അവരുടെ ആശയവിനിമയങ്ങൾ പരാജയപ്പെട്ടു. അവരുടെ ചിന്തകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് പരാജയപ്പെട്ടു. അങ്ങനെ മൊത്തത്തിൽ ഒരു ആശയക്കുഴപ്പത്തിൻ്റെ പേരിൽ, ഒരു കലക്കത്തിൻ്റെ പേരിൽ അവരുടെ ഗോപുരം എന്ന് പറയുന്ന ആ പരിശ്രമം അവർ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. ദൈവം അന്ന് അവരുടെ ഐക്യത്തിന് ഒരു വിഘാതം വരുത്തിയപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ ഒരു നന്മയിലേക്കാണ് അത് നയിച്ചത്. അതുവരെയും ആ ഐക്യം കൊണ്ട് ദൈവത്തിന് എതിരെ അവർ മത്സരിച്ചു കൊണ്ടിരുന്നപ്പോൾ, ആ ഐക്യം നഷ്ടപ്പോൾ അവരുടെ മത്സരത്തിൻ്റെ പ്രതീകമായ ആ ഗോപുരത്തിൻ്റെ പണി അവിടെ അവസാനിപ്പിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിലും ബാബേലിൻ്റെ അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാം മനസ്സിലാക്കണം, നാം പോകുന്ന പാത അത് തെറ്റായ പാതയാണ്. അന്ന് ജനങ്ങൾ തെറ്റായ പാത തിരഞ്ഞെടുത്തപ്പോഴാണ് അവരുടെ ഭാഷ കലക്കുവാൻ ദൈവം തീരുമാനിച്ചത്. ബാബേൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ആശയക്കുഴപ്പം അല്ലെങ്കിൽ കലക്കം എന്നെല്ലാമാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിലും ബാബേലിൻ്റെതായ അനുഭവങ്ങൾ, കലക്കത്തിൻ്റെയോ ആശയക്കുഴപ്പത്തിൻ്റെതായ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാം ദൈവത്തോട് കൂടുതലായിട്ട് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്, ഹിതം എന്താണെന്ന് മനസ്സിലാക്കുവാനും അത് പ്രവർത്തിക്കുവാനും വേണ്ടി നാം ദൈവത്തോട് കൂടുതലായിട്ട് പ്രാർത്ഥിക്കണം എന്നാണ് ഈ ഒരു ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ നാട് കടത്തപ്പെട്ടവരുടെ വീണ്ടെടുപ്പ്. അങ്ങനെ ബാബേലിൽ ദൈവം ജനത്തിൻ്റെ ഭാഷ കലക്കുകയും അവരെ ഈ ഭൂലോകമെമ്പാടും ചിതറിക്കുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ ആ ഒരു ഇടപെടൽ പോലും സത്യത്തിൽ ദൈവത്തിൻ്റെ മറ്റൊരു പ്രവചന നിവൃത്തിയായിട്ട് മാറി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, മനുഷ്യർക്കായുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹവും രൂപകൽപ്പനയും അവർ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ എങ്ങും നിറയുവിൻ എന്നത് ആയിരുന്നു. ദൈവം അവരുടെ ഭാഷ കലക്കിയപ്പോൾ, ആ ഐക്യം തകർത്തപ്പോൾ അവർ ഈ ഭൂമി മുഴുവൻ ചിന്നിച്ചിതറി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് മറ്റൊരു തരത്തിൽ ദൈവത്തിൻ്റെ ഒരു പ്രവചന നിവർത്തിപ്പായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അത്തരത്തിൽ ഒരു ശിക്ഷാവിധിയിലേക്ക് ദൈവം അവരെ നയിച്ചത് ബാബേൽ ഗോപുരത്തിലൂടെ അവർ ദൈവത്തിനെതിരെ മത്സരിക്കുവാൻ ശ്രമിച്ചതുകൊണ്ട് മാത്രമാണ്. ബാബേൽ എപ്പോഴും ഒരു കലക്കത്തിൻ്റെ ആത്മാവിനെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്.
ബാബേൽ എപ്പോഴും ഒരാശയക്കുഴപ്പത്തിൻ്റെയും ദൈവത്തിന് എതിരെയുള്ള ഒരു മത്സരത്തിൻ്റെയും അനുഭവത്തിലൂടെയാണ് നമ്മെ കൊണ്ടുപോകുന്നത്. പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഈ ബാബേലിൻ്റെ അനുഭവം ഉണ്ടാകരുത്. ബാബേലിൻ്റെ അനുഭവം എന്ന് പറയുന്നത് സ്വാർത്ഥതയാണ്. ദൈവത്തിൻ്റെ ഒപ്പം സമനായി തീരുക, അല്ലെങ്കിൽ ദൈവത്തെക്കാൾ ഉന്നതനായി തീരുക എന്ന് പറയുന്ന പൈശാചികൻ്റെ ചിന്തയാണ് ബാബേലിൻ്റെ അനുഭവം. അതോടൊപ്പം തന്നെ നമുക്ക് പേരുണ്ടാക്കുവാനായിട്ട്, നമ്മുടെ പുകഴ്ചയ്ക്കും നമ്മുടെ മാനത്തിനും നമ്മുടെ മഹത്വത്തിനും വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യുക. ഇത്തരത്തിൽ ദൈവത്തിന് ഹിതകരമല്ലാത്ത നമ്മുടെ എല്ലാ നിഷേധാത്മകമായ വികാരങ്ങളെയും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഒരു പേരിൽ പറഞ്ഞാൽ അത് ബാബേലിൻ്റെ അനുഭവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒരിക്കലും അത്തരത്തിലുള്ള ഒരനുഭവം, ഒരു ബാബേൽ അനുഭവം, ഒരു കലക്കത്തിൻ്റെയോ ആശയക്കുഴപ്പത്തിൻ്റെയോ അഹങ്കാരത്തിൻ്റെയോ അഹന്തയുടെയോ അനുഭവം നമ്മിലേക്ക് എത്താതിരിക്കുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ എത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മെ അധപ്പതനത്തിലേക്ക് നയിക്കുകയുള്ളൂ എന്ന് ശക്തമായ ഒരു മുന്നറിയിപ്പോടു കൂടിയാണ് ഈ ഭാഗം അവസാനിക്കുന്നത്. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പാഠങ്ങൾ പഠിക്കുമ്പോൾ ഒരു കഥ പോലെ നാം വായിച്ചു പോവുകയല്ല, മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേദപുസ്തകത്തിലെ ഓരോ വാക്കും ഓരോ ചരിത്രമാണ്. ഒരു വാക്കും വേദപുസ്തകത്തിൽ വ്യർത്ഥമായിട്ട് എഴുതിയിട്ടില്ല. ഓരോ വാക്കിൻ്റെ പിന്നിലും വളരെ വിശാലമായ ഒരു ചരിത്രമുണ്ട്. ഒരു പക്ഷേ വേദപുസ്തകത്തിലെ പല ഭാഗങ്ങളിലും നമുക്ക് ആവർത്തന വിരസത ഉണ്ടാക്കിയേക്കാം, പലപ്പോഴും പല ഭാഗങ്ങളും നമ്മെ അലസോരപ്പെടുത്തിയേക്കാം. പക്ഷേ നാം ചിന്തിക്കേണ്ടത് ദൈവത്തിൻ്റെ ഓരോ വാക്കുകൾക്കും അതിൻ്റേതായ ശ്രേഷ്ഠതയുണ്ട്, അർത്ഥതലങ്ങളുണ്ട്, അതിൻ്റേതായ ചരിത്ര പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വേദപുസ്തകം പഠിക്കുമ്പോൾ ഒരു കഥ വായിക്കുന്ന ലാഘവമല്ല, മറിച്ച് എന്താണ്, നമുക്ക് മുൻപിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു ചരിത്രത്തിലൂടെ, ഒരു ദൃഷ്ടാന്തത്തിലൂടെ നമ്മുടെ ജീവിതം അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളിലേക്കോ ഒരു കുഴപ്പങ്ങളിലേക്കോ പോകാതെ നേരെയാക്കുവാനുള്ള ഒരു മാർഗദർശിയായിട്ടാണ് വേദപുസ്തകത്തെ നാം കാണേണ്ടത്. അപ്രകാരം കാണുവാനായിട്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാഠപഠനം ഇവിടെ അവസാനിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗസ്വനായ പിതാവേ, മനോഹരമായ ഒരു പാഠം പഠിക്കുവാനായി ദൈവം നൽകിയിരിക്കുന്ന ഈ സമയത്തിനും സാവകാശത്തിനുമായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അടിയങ്ങൾ നോഹയുടെ കാലം മുതൽ ബാബേലിൻ്റെ അനുഭവത്തിലൂടെ എല്ലാം ഓരോ പാഠങ്ങൾ പഠിക്കുമ്പോൾ അടിയങ്ങളെ ക്രിസ്തീയ ജീവിതത്തിന് മുതൽക്കൂട്ടായി തീരുവാൻ, ഒരു തെറ്റിലേക്ക് വീഴാതിരിക്കുവാൻ തക്കവണ്ണം ഓരോ ദൃഷ്ടാന്തങ്ങളായി മാറുവാൻ ഈ ചരിത്രങ്ങളെ അങ്ങ് എടുത്തുപയോഗിക്കുന്ന വലിയ സ്നേഹത്തിനായി സ്തോത്രം. കർത്താവേ, അടിയങ്ങൾ ഓരോ പാഠം പഠിക്കുമ്പോഴും ആ പാഠങ്ങളിൽ നിന്നും വ്യക്തമായ ആത്മീയ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അടിയങ്ങളുടെ ജീവിതത്തെ നന്നായി ക്രമീകരിക്കുവാൻ സഹായിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. ഈ പാഠത്തിലൂടെ അങ്ങ് നൽകിയ എല്ലാ ദൂതരുമായ സ്തോത്രം അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. സകലമാനോ മഹത്വം അങ്ങെടുക്കണം. എല്ലാം യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു.
ശോഭിക്കുമാദിനം പ്രധാന ദൂതൻ തൻ കാഹളം കേട്ടിടുമ്പോൾ ശുദ്ധരിൻ ഗണമുയർക്കുമക്ഷയരായി മറുരൂപം പ്രാപിക്കും അന്നാളിൽ നാം. തൻ വരവിൻ ദിനം അത്ഭുതമാം ദിനം രോഗദുഃഖാദികൾ മാറിടുമാദിനം. നമുക്കായൊരുക്കിയ അത്ഭുത ഭവനം കർത്തൻ വരവിനായൊരുങ്ങിടുക. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷതയൻ യേശു വരും.